ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും നല്ല മഴയൊക്കെ ആണല്ലേ. അപ്പോൾ പുറത്തൊന്നും പോകാൻ പറ്റുന്നുണ്ടാവില്ല. എല്ലാവരും എന്താ പറയുക, ശ്രദ്ധയോടു കൂടിയൊക്കെ പോവുക. മഴക്കാലമൊക്കെയാണ്. അപ്പോൾ ഇവിടെയും നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് അവസാനം വരെ കാണാനുള്ള മനസ്സൊക്കെ കാണിക്കുക. അധികം പേര് കാണുന്നുണ്ട്. നമ്മുടെ പാപ്പിനെയും അമ്മനെയൊക്കെ ഓർത്തിട്ട് അധികം പേരും കാണാറുണ്ട്. നമ്മൾ സ്ഥിരമായി കിട്ടുന്ന ആ ഒരു വ്യൂസ് മാത്രം തന്നെ നമുക്ക് കിട്ടണുള്ളൂ. എന്നാലും നമ്മൾ വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് അവർക്കാണെങ്കിലും ഇടണം. പാപ്പിൻ്റെ വിശേഷങ്ങൾ അവർക്കൊക്കെ അറിയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അച്ഛനും പാപ്പിയും എല്ലാവരും ഉണ്ട്. അപ്പോൾ രാവിലെയൊക്കെ നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ട്. അപ്പുറത്തെ വാഴയൊക്കെ രണ്ടെണ്ണമൊക്കെ ചരിഞ്ഞ് അവിടെ വീണൊക്കെ കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ പോയി വൃത്തിയാക്കണം. ബാക്കിലാണ് കേട്ടോ, നമ്മുടെ കിണറുള്ള ആ ഭാഗത്താണ് വാഴയൊക്കെ ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും മഴയൊക്കെ ആയപ്പോൾ തന്നെ രാവിലെ എണീക്കാൻ എല്ലാവർക്കും നല്ല മടിയായിരിക്കുമല്ലോ. എവിടെയും അതൊക്കെ തന്നെയാണ്. ഇന്ന് പിന്നെ സ്കൂളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാവരും പതുക്കെ തന്നെ എണീറ്റത്. പാപ്പി എന്ന് തിരക്കില്ല. അന്നേക്ക് അവൾ നേരത്തെ എണീറ്റിട്ട് ഞാൻ എല്ലാവരെയും വിളിച്ചു വിടും. എല്ലാവരെയും വിളിച്ചിട്ട് അമ്മ, അച്ഛാ, ചേച്ചി, ഇടോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും വിളിച്ചു വിടും. അതേസമയം സ്കൂളൊക്കെ ഉള്ളൊരു സമയമൊക്കെ ആകുമ്പോൾ എല്ലാവരും നേരത്തെ എണീക്കുന്ന സമയത്ത് അവൾ എണീക്കില്ല. ഇതൊക്കെയാണ്. അപ്പോൾ രാവിലെ തന്നെ പുട്ടുണ്ടാക്കാമെന്ന് വെച്ചിട്ട് പുട്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചായ വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അതാ നമ്മുടെ ചോറ് അരിയൊക്കെ ഇട്ട് ചോറൊക്കെ തിളച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടെ വൃത്തിയില്ലാന്ന് ആരും പറയണ്ട. ഇവിടെ മഴ പെയ്ത ചെറിയ ഒറ്റല് കാരണമല്ലേ, എത്ര വൃത്തിയാക്കിയാലും ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ തന്നെ ആയിത്തീരും. ഈ അടുപ്പിൻ്റെ ഭാഗങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെ തന്നെ ആയിക്കൊണ്ടിരിക്കുന്നത്. അത് എത്ര വൃത്തിയാക്കിയാലും ശരി. അപ്പോൾ എനിക്ക് ഓർമ്മ വരും, നമ്മളുടെ ഓലപ്പേരയും ഇതേപോലെയാണ്. നിലം വന്നിട്ട് ഇതേപോലെ തന്നെ എപ്പോഴും എത്ര അടിച്ച് വൃത്തിയാക്കിയാലും ആ മഴച്ചാറിൽ താഴെ ഒറ്റണ സമയത്ത് അതങ്ങനെ അവിടെ ചളിക്കളറായിട്ട് നമ്മൾ ചവിട്ടി കയറുമല്ലോ. ആ സമയത്ത് നമ്മുടെ കാലിൽ വെള്ളം ഇതൊക്കെ ആയിട്ട് ഇതേപോലെ തന്നെ ഉണ്ടാവും. ബാക്കിയുള്ള ഭാഗമൊന്നും കുഴപ്പമില്ല കേട്ടോ. ഈ അടുക്കള ഭാഗം മാത്രം തന്നെ കുറച്ചൊരു ഈർപ്പം പോലെ നിൽക്കുള്ളൂ. അത് ഈ മഴൻ്റെ ഒരു ഇത് സമയത്ത്, അല്ലാതിരുന്ന അടിപൊളിയായിരിക്കും. അപ്പോൾ പാപ്പിയൊക്കെ നേരത്തെ എണീറ്റപ്പോൾ ഇതാ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. രോഷിയും ഉറങ്ങി എണീറ്റിട്ട് അപ്പുറത്തൊക്കെ പോയി ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ലീവാണല്ലോ, അങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പാപ്പി ഇനി കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം. ഇന്നപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ മേല് മാത്രം കഴുകാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ആളിനി അവിടെ പോയാൽ കുളിക്കണം പറഞ്ഞാൽ തലയിലൊക്കെ വെള്ളം ഒഴിക്കണം എന്നൊക്കെ പറയുമെന്തോ, അതും പറയാൻ പറ്റില്ല അവളുടെ കരയായതുകൊണ്ട്. അപ്പോൾ ശരി, അവളുടെ ഒരു ഉറക്കക്ഷീണമൊക്കെ മാറട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അവിടെയൊക്കെ അടിച്ച് തുടച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ ഇത് തുടച്ച് ഇത് ഉണങ്ങി കിട്ടണമെങ്കിൽ 2 മണിക്കൂറാകും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ചോദിച്ചാൽ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ആ ഈർപ്പം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ മോപ്പ് ഉണ്ടല്ലോ തുടയ്ക്കണത്, അത് ഒന്നുകൂടി പിഴിഞ്ഞിട്ട് ഒന്നുകൂടി തുടച്ച് വിടും. അപ്പോൾ ഇത്തിരി പെട്ടെന്ന് കൂടി ഉണങ്ങി കിട്ടും. പിന്നെ ഫാനിട്ട് വെച്ചാലും പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെയിൽ വരുന്ന സമയത്ത് ഇവിടുത്തെ ഈർപ്പമൊക്കെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് ഞാനും പാപ്പിയും കൂടി എന്തായാലും കഴിക്കട്ടെ, രാവിലത്തെ കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കണം. അവരൊക്കെ കഴിച്ചു. നമ്മുടെ പാപ്പി ഇതാ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ട സുന്ദരി പാപ്പിയായിട്ടൊക്കെ ഇരിക്കേണ്ട ഇവിടെ. ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിക്കണം. പാപ്പിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്നതാണ്. അല്ലെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കണം എന്നാണ് പതിവ് ലീവുള്ള ദിവസം. അങ്ങനെ പിന്നെ ഇവരൊക്കെ ഉറങ്ങി എണീക്കാൻ വൈകും. പാപ്പി നേരത്തെ എണീറ്റുകൊണ്ട് പിന്നെ ഞാനും എണീറ്റു. നമ്മുടെ പാപ്പി ഇവിടെ ഇങ്ങനെ ഇരിക്കണ്ട കേട്ടോ. എന്തായാലും കഴിക്കാനൊക്കെ കൊടുക്കട്ടെ. നിങ്ങളെല്ലാവരും രാവിലെ ചിലപ്പോഴൊക്കെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ, അല്ലെങ്കിൽ ചോറുണ്ടെങ്കിൽ അതുമായിട്ട് അങ്ങനെ നമ്മൾ കഴിച്ചു പോകും. പിന്നെ പുട്ടിന് കറിയെന്ന് പറയാൻ നോക്കിയപ്പോൾ നമ്മുടെ വെള്ളപ്പയർ, പാലക്കാട് വെള്ളപ്പയർ പറയും, നിങ്ങളുടെ അവിടെ വൻപയറെന്ന് പറയാൻ തോന്നണോ, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അതാണ് ഉള്ളത്. അപ്പോൾ അത് രണ്ടും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട ഞങ്ങൾ. എന്തായാലും കഴിച്ചിട്ട് ഇനി കാണാം. ഇനി അപ്പോൾ എന്തായാലും ഇന്ന് അധികം അച്ഛൻ പോകണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം പോകാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നലെ കടയ്ക്കൊക്കെ പോയി, റേഷൻ കടയ്ക്ക് അങ്ങനെയൊക്കെ പോയി. എന്താ വെച്ചാൽ ലാസ്റ്റത്തെ ഒരു ദിവസമാണല്ലോ. അപ്പോൾ പിന്നെ വേഗം പോയി വാങ്ങിച്ചില്ലെങ്കിൽ പിന്നെ ഈ മാസം കഴിയും, പിന്നെ വാങ്ങിക്കാൻ പറ്റില്ല. അങ്ങനെയായി. പിന്നെ ഞങ്ങൾ പുട്ടൊക്കെ കഴിച്ച് ഞാനും പാപ്പിയും കൂടി കുറച്ച് തെറാപ്പിയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അവരപ്പുറത്ത് എന്തൊക്കെയോ അവിടെ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ കാലിനൊക്കെ എക്സസൈസ് ചെയ്യട്ടെ, എനിക്കറിയാവുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും കേട്ടോ. ഡെയിലി ചെയ്തു കൊടുക്കും. എനിക്ക് സമയം കിട്ടുന്ന സമയത്തൊക്കെ വന്നിട്ട് ഇടയിലും ചെയ്തു കൊടുക്കും. രാവിലെ എന്തായാലും ചെയ്തു കൊടുക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ കുറച്ച്
നേരം കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞ ശേഷമാണെങ്കിലും അതെല്ലാം ചെയ്തു കൊടുക്കും. പിന്നെ ചെയ്യുന്ന സമയത്ത് അവൾക്ക് എന്തായാലും ഒരു മടിയോ കാര്യങ്ങളൊന്നും ഇല്ല. കാലൊക്കെ നല്ല ബലം വെച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും അവൾ എണീറ്റ് നിൽക്കും, ഓടി നടക്കും എന്നുള്ളൊരു പ്രാർത്ഥനയും വിശ്വാസത്തോടു കൂടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. അപ്പോൾ എന്നെങ്കിലും ഒരു ദിവസം എല്ലാം ശരിയാവും എന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, എന്തായാലും ഇത്രയും മാറ്റം വന്നല്ലോ. അപ്പോൾ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കല്ല, അത്യാഗ്രഹമല്ല, എന്തായാലും നമ്മുടെ ആഗ്രഹമാണ് ഇതെല്ലാം ആവണം എന്നുള്ളത്. ആവില്ലെന്ന് അത് രണ്ടാമത്തെ കാര്യം. പക്ഷെ അത് കിട്ടും എന്നൊരു പ്രതീക്ഷയോടുകൂടി നമ്മൾ ജീവിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സുഖമായിരിക്കും അല്ലേ. എന്തായാലും അത് ഇന്നല്ലെങ്കിൽ നാളെ അത് ശരിയാവും, അല്ലെങ്കിൽ നമുക്കത് നാളെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോൾ അതെന്തായാലും നേരെയാവും. ഒരുപാട് അമ്മമാരുടെയും അച്ഛന്മാരുടെയും പ്രാർത്ഥനയൊക്കെ ഉണ്ട്. എല്ലാവരും ഒരുപാട് ആൾക്കാർ അവളൊന്ന് നിന്ന് കാണാൻ വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥനയോടെയും കഴിയണ ഒരുപാട് ആളുകളുണ്ടെന്നറിയാം. അതിലൊക്കെ ഒരുപാട് സന്തോഷം. എല്ലാവരുടെ അടുത്തും ഒരുപാട് നന്ദി പറഞ്ഞത് അധികമാവും. എന്താ വെച്ചാൽ അവളെ നിങ്ങളുടെ വീട്ടിൽ ഒരാളെ പോലെ കണ്ടിരിക്കണം. അപ്പോൾ പിന്നെ ഞാൻ നന്ദി പറയണതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുമ്പോഴും അവൾ കരയോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല. അതെല്ലാം അവൾ അതിൻ്റെ ഒരു ഇതോട് കൂടിയിട്ട് തന്നെ എടുത്തിട്ട് എല്ലാം കറക്റ്റായിട്ട് കാണിച്ചു തരും. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് സന്തോഷം. അങ്ങനെയൊക്കെ ആയിട്ട് പൊണിഞ്ഞപ്പോൾ ഉച്ചക്കലേക്ക് മീനുണ്ട്. ഇന്നലെ കടയ്ക്ക് പോയപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് കമൻറ്റ് ചോദിച്ചു, ബാബിക്കുട്ടിക്ക് എന്താ ഇപ്പോൾ മീൻ വാങ്ങിക്കണില്ലേ എന്നൊക്കെ ചോദിച്ചു. മീനൊക്കെ ഭയങ്കര വിലയാണ്. മത്തിക്കൊക്കെ 500 റുപ്യ 460 റുപ്യൊക്കെ ആയിട്ടുണ്ട്. അപ്പം മത്തിയൊന്നും വാങ്ങിച്ചില്ല. എന്നാലും പാപ്പിക്ക് ഇഷ്ടം മീനാണല്ലോ എന്ന് വെച്ചിട്ട് കുറച്ച് മീൻ വാങ്ങിച്ചു. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി തന്നിട്ടാണ് അച്ഛൻ പോകാമെന്ന് പറഞ്ഞിട്ട് മീനൊക്കെ അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം. ആ സമയത്താണ് ഞാൻ എന്തായാലും ഇതൊക്കെ ചെയ്യട്ടെ. എന്തായാലും മീൻ വൃത്തിയാക്കിയ ശേഷമാണല്ലോ നമുക്ക് കറി വയ്ക്കാനും ഇതൊക്കെ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇവൾക്ക് ഇതെല്ലാം ചെയ്തു കൊടുത്താൽ എനിക്കും ഒരു സമാധാനമാണ്, അവൾക്കും ഒരു സമാധാനമാണല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പോയി മീൻ വറുത്തു. ഇന്നലത്തെ കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ചോറിനാൻ വേണ്ടി പോവാണ് ഉച്ചക്കലേക്ക്. രോഷിയും അച്ഛനും എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടി ഇരുന്ന് ഇവിടെ കഴിക്കണം. നമ്മുടെ പാപ്പിത ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് പിന്നെ ആ ഡ്രസ്സ് വെള്ളമൊക്കെ കുടിച്ചപ്പോൾ അങ്ങനെ ഡ്രസ്സിലായപ്പോൾ അത് അയച്ച് വേറെയൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. അങ്ങനെ അവിടെ ഞാനിവിടെ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അവിടെ ഭയങ്കര ചിരിയാണ്. ഞാൻ ഈ വീഡിയോയിൽ പാപ്പി എന്ന് പറയുമല്ലോ, അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഭയങ്കര ചിരിയാണ് ആൾ. മീനായതുകൊണ്ട് പിന്നെ ആൾക്ക് വാശിയൊന്നും ഉണ്ടാവില്ല, ഭക്ഷണം കഴിക്കും. ഏറ്റവും കൂടുതൽ ഇഷ്ടം മീനും ചോറുമാണ്. കുറേ പേര് ചോദിച്ചിട്ടുണ്ട് പാപ്പിക്ക് കൂടുതൽ ഇഷ്ടം എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഇഷ്ടം മീനും ചോറുമാണ്. പിന്നെ മിഠായികളോട് അത്രയ്ക്കൊരു ഇഷ്ടമില്ല. എപ്പോഴെങ്കിലും ഒരു ഇത്തിരി പോകുന്ന കഷ്ണം കഴിച്ചാലായി, ഇല്ല. പിന്നെ എന്താ പറയുക, ഫ്രൂട്ട്സ് പറഞ്ഞാൽ അധികം കഴിക്കില്ല. എപ്പോഴെങ്കിലും തോന്നിയാൽ മാത്രം എന്തെങ്കിലും കൊടുക്കുന്ന സമയത്ത് അതെന്താണെന്നോ ആകാംക്ഷയോട് കൂടി തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം കഴിക്കും. അപ്പോൾ അച്ഛനവിടെ ഞങ്ങളുടെ കൂടെ തന്നെ ഇരുന്ന് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് പാപ്പിനെയും എടുത്തിട്ട് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു 2 മണിയാകുമ്പോൾ അച്ഛൻ എന്തായാലും പോകണം, അവിടെ പണിയുണ്ടെന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും 2 മണിയാകുമ്പോൾ പോവും. വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പാപ്പിക്ക്, പോകുമ്പോൾ ഭയങ്കര സങ്കടവും. എന്തായാലും അതങ്ങനെ ഒരു എന്താ ചോദിച്ചാൽ നമ്മൾ എത്ര നോക്കിയിരുന്നാലും ഈ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അച്ഛന്മാരുടെ അടുത്ത് ഒരു പ്രത്യേക സ്നേഹം കൂടുതലായിരിക്കും. അത് അമ്മമാർ എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. പക്ഷേ എന്നെ കാണാതെ ഇരിക്കില്ല. ഞാൻ ഇപ്പുറത്തേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ടേ ഇരിക്കും. പക്ഷെ എന്നാലും അച്ഛൻ വന്ന ഒരു ഭയങ്കര സ്നേഹമൊക്കെയാണ്. ഇവിടെ രോഷി ഇവിടെ എന്തൊക്കെയൊക്കെയോ കാട്ടിക്കൂട്ടുണ്ട്, വായിൽ സ്റ്റിക്കറൊക്കെ വെച്ച് ഒട്ടിച്ചിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ട് ഇവിടെ ഇരിക്കേണ്ടത്. ഇങ്ങനെ ഇരിക്കില്ല, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അച്ഛൻ ബാഗിൽ ഡ്രസ്സൊക്കെ അവിടെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പാപ്പി അതെടുത്തിട്ട് ഓരോന്ന് വലിച്ച് താഴെയൊക്കെ ഇടുകയാണ്. അപ്പോൾ അച്ഛൻ വന്നിട്ട് അച്ഛൻ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അച്ഛൻ പോകണ്ടെന്നുള്ളൊരു അവൾക്ക് മനസ്സിലായി അച്ഛൻ പോവുകയാണെന്ന്. ഈ ബാഗ് എടുത്ത് പുറത്ത് വെച്ച് അച്ഛൻ പോവുകയാണ്, അല്ലെങ്കിൽ ബാഗ് കൊണ്ടുവന്ന് വെച്ച് അച്ഛൻ വന്നു എന്നൊക്കെയാണ് അവളുടെ ഒരു വിശ്വാസം. അത് സത്യമല്ല. അപ്പോൾ അവൾ അതിലിരിക്കുന്ന ഡ്രസ്സുകളൊക്കെ എടുത്ത് ഓരോന്നെടുത്ത് താഴെ ഇട്ടിട്ട് അച്ഛ പോന്താ അച്ഛ എന്നൊക്കെ പറയണ്ടായിരുന്നു. ബാഗ് എന്നൊക്കെ നമ്മുടെ പാപ്പി പറയും കേട്ടോ. എന്തായാലും അപ്പോൾ അതൊക്കെ വലിച്ച് താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ വന്ന് അതിനെയൊക്കെ എടുത്തിട്ട് അച്ഛൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരടാ പാപ്പി ഇതൊക്കെ അതിലേക്ക് ഇടുക പറഞ്ഞ് അതിനെയൊക്കെ എടുത്ത് അതിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഭയങ്കര സന്തോഷമായി.
ഇതിപ്പോൾ എടുത്തിട്ട് വീട്ടിനുള്ളിൽ കൊണ്ട് വെക്കുന്നൊക്കെ ചിന്തിച്ചിട്ടാണ് തോന്നുന്നു മിണ്ടാതെ ഇരിക്കണത്. അപ്പോൾ വീണ്ടും ആ ബാഗ് അവിടെ കൊടുത്തപ്പോൾ വീണ്ടും എടുത്ത് അത് വലിച്ച് ഇപ്പുറത്തേക്ക് ഇടാൻ തുടങ്ങി. ആ ബാഗിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ എന്തൊക്കെയുണ്ടെന്നൊക്കെ നോക്കാനും അത് തൂക്കാനും ഒക്കെ നോക്കാനൊക്കെ അതിൻ്റെയൊക്കെ ഒരിത് ചെയ്യേണ്ടത്. അതൊക്കെ വലിയ കാര്യം തന്നെയാണ്. ഒരുപാട് സന്തോഷം. അപ്പോൾ കുറുമ്പി പാപ്പി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഇരിക്കും. അപ്പോൾ വീണ്ടും വന്ന് അച്ഛൻ അവിടെ നിന്ന് എത്തി നോക്കിയിട്ട് പോയിട്ടുണ്ട്. എൻ്റെ ഡ്രസ്സൊക്കെ വലിച്ച് താഴെ ഇരുന്ന് എടുത്ത് വെക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രോഷി അവിടെ ഇരുന്നിട്ട് അച്ഛനെ പോകണ്ട പറയുകയാണെന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഇരുന്നാലും പറ്റില്ല, ഇവിടെയും നല്ല മഴയും കാര്യങ്ങളും പണിയൊക്കെ കുറവാണ്. അപ്പോൾ അവിടെ പോയാൽ ഒരു 2-3 ദിവസം പണി ചെയ്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായില്ല എന്നുള്ളൊരിതിലാണ്. അപ്പോൾ ബാഗൊക്കെ തൂക്കിയിട്ട് പുറത്തിറങ്ങാൻ നിന്നപ്പോൾ ഇതാ നമ്മുടെ പാപ്പിയും കയറി പറ്റിയിട്ടുണ്ട്, ഞാനും പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നേക്ക് കാര്യമായിട്ട് ഒന്നും ലഗേജും കാര്യങ്ങളൊന്നും ഇല്ല കൊണ്ടുപോകാൻ. അപ്പോൾ ശരി നടന്നു തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ബസ് സ്റ്റോപ്പ് വരെയാണ് കേട്ടോ നടന്നു പോകുന്നത്. അത് കഴിഞ്ഞ് ബസ്സിൽ പോകാമെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊരു ഓട്ടോ വരും. ഇന്നിപ്പോൾ ഓട്ടോയൊന്നും വേണ്ട, ഞാൻ നടന്നു പോകാമെന്നൊക്കെ പറയണ്ടായിരുന്നു. അങ്ങനെ രോഷി ഇതവിടെ സങ്കടത്തോടെ അച്ഛൻ പോകുന്നത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പാപ്പിനെ എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ എന്തായാലും പാപ്പി പോകണില്ല രോഷിൻ്റെ കയ്യിൽ. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ തന്നെ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരേണ്ടി വരും. ഭയങ്കര സന്തോഷത്തിലാണ് ഇപ്പോൾ പാപ്പി നിൽക്കുന്നത്. പാപ്പിനെയും കൊണ്ട് പോകുന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് നിൽക്കുകയാണ്. അച്ഛൻ്റെ കൂടെ ഞാനും പോകുന്നത്. അപ്പോൾ മഴയ്ക്ക് നല്ല മഴക്കാറ് നല്ലോണം ഉണ്ട്. അപ്പോൾ കുടയൊക്കെ എടുത്തിട്ടാണ് പോകാൻ നിൽക്കുന്നത്. അങ്ങനെ പാപ്പിനെ ഒരു വിധത്തിൽ പറഞ്ഞ് നമുക്ക് ഓട്ടോയിലൊക്കെ ടാറ്റ പോകാം പാപ്പി എന്നൊക്കെ പറഞ്ഞ് ഞാൻ പതുക്കെ വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആളുടെ മുഖം അങ്ങോട്ട് മാറി ഒരു സന്തോഷക്കുറവൊക്കെ ആയി. അങ്ങനെ അച്ഛൻ മനസ്സോടുകൂടി യാത്ര പറഞ്ഞ് തിരിഞ്ഞ് നോക്കി ടാറ്റയൊക്കെ കാണിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പോയി. പാപ്പിൻ്റെ അടുത്ത് ടാറ്റ എന്നൊക്കെ പറയണ്ടെങ്കിൽ അവൾക്ക് മനസ്സിലായി എന്നെ കൂട്ടിയിട്ട് പോവില്ല എന്ന് മനസ്സിലായപ്പോൾ അവൾക്ക് വിഷമം തോന്നി. അങ്ങനെ എന്നെയും എടുക്കുക എന്നൊക്കെ പറയണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും അച്ഛന് ഭയങ്കര വിഷമമായി കേട്ടോ. എന്തായാലും അങ്ങനെ പാപ്പിക്കൊരു ഉമ്മയൊക്കെ കൊടുത്ത് ടാറ്റ ബൈ സി യു എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോയി. ഇനിയിപ്പോൾ നിന്ന് പറഞ്ഞ് എന്തായാലും എനിക്ക് പോകാൻ പറ്റില്ല, ഞാൻ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ചിലപ്പോൾ ഒരു 4 ദിവസം കഴിഞ്ഞ് വേഗം എത്തും. ഇവള് വിളിക്കാൻ തുടങ്ങും. അപ്പോൾ വേഗം എത്തും. അപ്പോൾ ഞാൻ രോഷി അവിടെ നിന്നിട്ട് അച്ഛാ ഇന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് തിരിഞ്ഞ് നോക്കി പോവുകയാണ് കേട്ടോ. എന്തായാലും അതെല്ലാം ഒരു ദിവസം കുറേ എന്താ പറയുക, എല്ലാം നല്ലതിനായിരിക്കും, എല്ലാം മാറ്റം വരും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി നമ്മൾ മുന്നോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അങ്ങനെ അച്ഛൻ പോയി കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇന്നലെ കടയ്ക്ക് പോയപ്പോൾ രോഷിക്ക് മാങ്ങപ്പഴം കഴിക്കാൻ ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞു. ഒരു മാങ്ങയെ വാങ്ങിച്ചോളൂ കേട്ടോ. മുന്തിരി അങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ കൂടെ ഒരു മാങ്ങ കൂടി വാങ്ങിച്ചു. അപ്പോൾ മാങ്ങ കൊടുത്ത് നോക്കുമ്പോൾ നമ്മുടെ പാപ്പി ഇതാ കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അവൾക്കത് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ആണ് നമ്മുടെ വീഡിയോ ഇത്തിരിയെങ്കിലും റീച്ച് കിട്ടുക. അപ്പോൾ എല്ലാവരും മുടങ്ങാതെ അത് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നാളെ കാണാം. ടാറ്റാ ബൈ.